തലമുണ്ടനം ചെയ്ത വേദനയിൽ പൊളഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ ഒരിക്കൽ പോലും മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കയറി വന്നില്ല. എപ്പോഴും പോസിറ്റീവായി മാത്രം ജീവിതത്തെ അഭിമുഖീകരിച്ചു. എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി പൊതുയിടങ്ങളിൽ സജീവമായി. തുടർ പരിശോധനകളിൽ രോഗത്തിന്റെ തീവ്രത കുറഞ്ഞപ്പോൾ ഡോക്ടർമാരിലും പ്രതീക്ഷ വർദ്ധിച്ചു. രോഗമുക്തി നേടിയ ശേഷം മലയാള സിനിമാ ലോകത്ത് സജീവമാകാനൊരുങ്ങുകയാണ് സിജി. ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് അധികം ആക്റ്റീവ് ആകുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് വെയിൽ അധികം അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒച്ച ബഹളം തലയ്ക്ക് ഇതായതുകൊണ്ട് അപ്പോൾ അതിനോടൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ സിനിമ അങ്ങനെ ഒരുപാട് ചെയ്യുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞത് ഷൈം ടോം ചാക്കോയുടെ കൂടെ ദ പ്രൊട്ടക്ടർ എന്ന മൂവിയിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് മെയ് മാസത്തിൽ ആസിഫ് അലിയുടെ ഒരു മൂവി ചെയ്യുന്നുണ്ട്. 38 ഹ്രസ്വചിത്രങ്ങളിൽ നായികയായി. നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി. സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ പിന്നെ എഴുത്തിന്റെ പണിപ്പുരയിലാണ്. ഞാൻ ഇന്ന ഒരു സാധനം എഴുതണം എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വരെ എഴുതിയിട്ടില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാവുന്നത് ഇപ്പം ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 2 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇനി ബാക്കി എഴുതാനുള്ള ഇതിലാണ് ഞാൻ. ഓഗസ്റ്റിൽ ഇറക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണമല്ലോ ഇതിന്. ചെറിയ പ്രതിസന്ധികളിൽ തകർന്നിരുന്നു പോകുന്ന പുതുതലമുറയോട് ഇവർക്ക് ചിലത് പറയാനുണ്ട്. നമ്മളും പുറത്തുള്ള ലഹരികൾ തേടി പോകുമ്പോൾ ഒരുപാട് പേരുടെ കണ്ണുനീര് നമ്മുടെ മേളിലേക്ക് വരൂലേ. അപ്പോൾ നമ്മൾ നേടിയ ലഹരി കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാവുമോ? ഇല്ല. ഒരുപാട് പേരുടെ കണ്ണുനീര് വീണ് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് നമ്മൾക്ക് ജീവിതം തന്നെ ഒരു ലഹരിയായി മാറുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സാരംഗ്, വലിയൊരു കാര്യമല്ലേ സിജി പറഞ്ഞു നിർത്തിയത്? ഇപ്പോൾ ഈ സിജിയുടെ ജീവിതം തന്നെ മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ എത്ര പേർക്ക് പ്രചോദനമാകും? ഒരു ചെറിയ പനി വന്നാൽ പോലും തളർന്നു പോകുന്ന എത്ര മനുഷ്യരുണ്ടാകും. എല്ലാം പോയി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് മുന്നിലേക്കാണ് സിജി രാജനൊക്കെ എത്തുന്നത്. 3 തവണ അർബുദത്തെ കീഴടക്കി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയല്ലേ സിജി? സാധാരണ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ജീവൻ എടുക്കുന്ന അല്ലെങ്കിൽ ലഹരിയിൽ അഭയം തേടുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്തരത്തിലൊരു കാലഘട്ടത്തിലാണ് ഈ സിജിയെ പോലുള്ള ഒരാളുടെ ജീവിതം ഏറെ പ്രസക്തമായി മാറുന്നത്. കാരണം 3 തവണയാണ് അവർക്ക് അർബുദം ബാധിക്കുന്നത്. അത് ശ്വാസകോശത്തിലും അതുപോലെ തന്നെ ബ്രസ്റ്റിലും പിന്നെ അതുപോലെ തന്നെ തലച്ചോറിലും ഒക്കെ തന്നെ ബാധിക്കുന്ന സമയത്ത് 3 തവണയെ ബാധിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 നിർണായക ഘട്ടങ്ങളിൽ അവരെ രോഗം ബാധിക്കുന്നു. പിന്നീട് ഭർത്താവിൻ്റെ അകാലത്തുള്ള വിയോഗം ഉണ്ടാകുന്നു. ആ സമയത്തൊന്നും തന്നെ അവർ തകർന്നു പോകുന്നില്ല. മുന്നോട്ടേക്ക് തന്നെ ഓരോ പടികളെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമാന രീതിയിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ദുരന്തങ്ങൾ അതിജീവിച്ച് വന്ന ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് ജീവിതത്തിലെ എങ്ങനെ ജീവിതമാണ് ലഹരി എന്ന ആ ഒരു സന്ദേശം എത്രത്തോളം പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുമോ, പ്രായോഗികമാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച് ഒട്ടേറെ ആളുകൾക്ക് മോട്ടിവേഷൻ പകർന്നു നൽകുന്ന ഒരാളാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രത്തോളം പുസ്തകങ്ങൾ എഴുതുന്നു, സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു, അണിയറയിലും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. ഒട്ടേറെ ചലച്ചിത്രങ്ങളുടെ അത് ബദൽ സമാന്തര സ്വഭാവമുള്ള സിനിമകളാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഹസ്വചിത്രങ്ങളിൽ നായികയായി അഭിനയിക്കുന്നു. അങ്ങനെ ഒട്ടനേകം കഴിവുകളുള്ള ഒരു സകലകലാവല്ലഭൻ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കഴിവുള്ള വ്യക്തി. അവരവരുടെ ജീവിതം തന്നെ ഒരു സന്ദേശമായിട്ട് മുന്നോട്ടേക്ക് വെക്കുകയാണ്. കാരണം ഈ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ലഹരിയിൽ അഭയം തേടുന്ന ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവരൊരു മാതൃകയാണ്. എങ്ങനെയെല്ലാം നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമോ അതിനെയൊക്കെ തന്നെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇപ്പോഴും അവർ ലഹരിക്കെതിരെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ സംസാരിച്ച് വിരിയുന്ന സമയത്ത് അടുത്ത മാസം കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ലഹരി വിരുദ്ധ സംഗമം, സംസ്ഥാന വ്യാപകമായി നടത്തുന്ന എഴുത്തുകാരടക്കം പങ്കെടുക്കുന്ന സാംസ്കാരിക നായകരടക്കം പങ്കെടുക്കുന്ന ഒരു ലഹരി വിരുദ്ധ സംഗമത്തെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത്രത്തോളം സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹം തോറ്റുപോവുക, ഒരു തോറ്റ ജനതയായി നമ്മൾ അത് തന്നെയാണ് സാരംഗ്.